അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്റ്റേജിലിരിക്കുന്ന കുടുംബത്തിൻ്റെ നേതാക്കൾ, പണ്ഡിതന്മാർ, മറ്റുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളേറെ സന്തോഷം നിറഞ്ഞൊരു വേദിയിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യമായി അള്ളാഹു ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ ഓരോ നിമിഷവും സന്തോഷിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ വർദ്ധിച്ചു വരുന്നു. ആ ഹോർമോണുകൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നമ്മുടെ ദീർഘായുസ് കൂടുമെന്നും സയൻസ് നമ്മോട് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ദീർഘായുസിൽ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസ്ക് വിശാലതയാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫലിയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യന് നൽകുന്ന മഹത്തായ 3 അനുഗ്രഹങ്ങളുണ്ട്. ആ 3 അനുഗ്രഹങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു കുടുംബം മാതൃകാ കുടുംബമായി മാറുന്നത്. അതിൽ ഒന്നാമത്തത് മറ്റൊന്നുമല്ല, അയ്യകൂന ഔലാദുക്കും സുലഹാ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി തീരണം. അതിന് എന്താണ് വേണ്ടതെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ കുറവുള്ളത് സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. നമ്മുടെ മക്കൾക്ക് ആത്മീയ വളർച്ചയാണ് കൊടുക്കേണ്ടത്. അതിന് മതം പഠിപ്പിക്കണം. ഏത് മതമാണ് ഐശ്വര്യത്തെയും സമാധാനത്തെയും എതിർത്തത്? ഏത് മതമാണ് സന്തോഷത്തെ എതിർത്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് ക്രിസ്ത്യൻ ബൈബിൾ പറയുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന് ഹിന്ദു മതവും പഠിപ്പിക്കുന്നു. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങളുടെ മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പോലും പറയരുതെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. മഹാനായ അലിയും സൈനുൽ ആബിദീൻ തങ്ങൾ സ്വന്തം ഉമ്മയുടെ കൂടെ ഇരുന്നു ഒറ്റ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, എൻ്റെ സ്വന്തം ഉമ്മ എടുക്കാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു ഭക്ഷണം ഞാൻ എടുത്തു ഭക്ഷിച്ചാൽ അത് അതബ് കേടാകില്ലേ എന്ന് ഭയന്നത് കൊണ്ടായിരുന്നു. ഈ സൂക്ഷ്മതയായിരുന്നു നമ്മുടെ മുൻകാല പണ്ഡിതന്മാർക്കുണ്ടായിരുന്നത്. ഈ സൂക്ഷ്മതയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കേണ്ടത്. ഈ സൂക്ഷ്മതയാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഒരിക്കൽ മഹാനായ ജാഹിമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ തീരുമാനം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹല്ലക നിനക്ക് ഉമ്മയുണ്ടോ യാ ജാഹിമ? നിനക്ക് ഉമ്മയുണ്ടോ? അതേ റസൂലേ, എനിക്ക് ഉമ്മയുണ്ട്. എങ്കിൽ നീ നിന്റെ ഉമ്മയുടെ അടുത്ത് പോ, ആ കാലിൻ ചുവട്ടിലാണ് നിന്റെ സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ഉപദേശങ്ങൾക്ക് നമ്മുടെ മക്കൾ വില നൽകണമെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മൾ വില നൽകിയിരിക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതലേ തൻ്റെ ഉപ്പയും എന്ത് പറഞ്ഞോ അതുപോലെ ജീവിച്ചു കാണിച്ചു കൊടുത്തു. സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചു. ആ പാത, അതുകൊണ്ട് തന്നെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങൾ ഖുർആൻ പോലും എടുത്തു പറഞ്ഞു. അത്രയും വലിയ മഹാനായി മാറി. ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നു. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് ഒരിക്കൽ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, മകനെ, എനിക്ക് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരൂ. ഈ മകൻ ഈ ചോദ്യം കേട്ടാരെ ഒന്നും മിണ്ടാതെ ഉപ്പയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് സമയങ്ങൾ കൊണ്ട് കയ്യിൽ മണ്ണുമായി അവൻ ഉപ്പയുടെ മുന്നിലെത്തി. തൻ്റെ കരങ്ങൾ ഉപ്പയുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഹദാ തുറാബും മിൻ തുറാബിൽ ജന്ന, ഇതാ ഉപ്പ സ്വർഗത്തിലെ മണ്ണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് ചോദിച്ചു പോയി, എവിടെ നിന്നാണ് നിനക്ക് സ്വർഗത്തിലെ മണ്ണ് കിട്ടിയത്? എവിടെ നിന്നാണ് നിനക്ക് സ്വർഗത്തിലെ മണ്ണ് കിട്ടിയത്? ഈ ദുനിയാവിൽ നിന്ന് എവിടെ നിന്നാണ് നിനക്ക് സ്വർഗത്തിലെ മണ്ണ് കിട്ടിയത്? ഹാദാ മിൻ തഹ്തി ഖദമി ഉമ്മി, ഇതെൻ്റെ ഉമ്മയുടെ സ്വർഗീയ പാദങ്ങൾക്കടിയിൽ നിന്ന് ഞാൻ വാരിയെടുത്ത മണ്ണാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന വചനത്തിൻ്റെ പുലർച്ചയായിരുന്നു ഇത്. ഈ വചനം ഉൾക്കൊണ്ടവരായിരുന്നു നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ. ആ ജീവിത ചിട്ടയാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് സന്തോഷം കൊണ്ടും സ്നേഹിച്ചും കൊണ്ടും ഒരു നോട്ടം നോക്കിയാൽ, സ്വന്തം പിതാവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നാൽ മബ്റൂറായ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇങ്ങനെയായിരിക്കണം സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതം. ഈ ചിട്ടയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നാം കൊണ്ടുവരേണ്ടത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന വചനത്തിന് മഹാനായ ഗസാലി ഇമാം പറയുന്ന മറ്റൊരു അർത്ഥമുണ്ട്. അതാണ് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് മുകളിൽ മാതാപിതാക്കൾ സ്വർഗമായി നിന്നു കൊടുക്കണം. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്.
കാരണം ഒരു മക്കളുടെ ഭാവി തീരുമാനിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. വലുതായിട്ട് അനാവശ്യ കാര്യങ്ങളിലേക്ക് പോയിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെറുപ്പത്തിലുള്ള തർബിയത്തായിരിക്കും അവരുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇവിടെ എനിക്ക് ഷെയ്ഖ് മുഹമ്മദിന്റെ വാക്കുകൾ ഓർമ്മ വരുന്നു. ദുബായ് ഷെയ്ഖ് മുഹമ്മദിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നമ്മുടെ തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ പേരമക്കളുടെയും മക്കളുടെയും അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ദുബായ് ഷെയ്ഖ് മുഹമ്മദ് പറയുന്നുണ്ട്, മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഇൻ എ ക്യാമൽ ആൻഡ് മൈ ഫാദർ ഓൾസോ വാസ് ഇൻ എ ക്യാമൽ. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒട്ടകപ്പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ പിതാവും ഒട്ടകപ്പുറത്ത് തന്നെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ബട്ട് നൗ, പക്ഷേ ഇപ്പോൾ ഞാൻ ബെൻസ് കാറിലാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ മക്കൾ ബുഗാട്ടിയിലും ഫെറാറിയിലുമാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ പേരമക്കൾ റോൾസ് റോയ്സിലാണ് ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്, മൈ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ വിൽ ബി റിട്ടേൺ ടു ദ ക്യാമൽ. പക്ഷേ ഇനി വരുന്ന എൻ്റെ ഒരു തലമുറ അവർ പണ്ടുള്ള അതേ ക്യാമലിലേക്ക് തന്നെ മടങ്ങുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണവും ഷെയ്ഖ് മുഹമ്മദ് തന്നെ പറയുന്നു. കാരണം ചെറുപ്പത്തിൽ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു, ബുദ്ധിയുള്ളവരെ വാർത്തെടുത്തു. ആ ബുദ്ധിയുള്ളവർ തൻ്റെ മക്കൾക്ക് വേണ്ടി ചാരിയിരിക്കാനുള്ള കസാരകൾ തയ്യാറാക്കി കൊടുത്തു. നമ്മുടെ മക്കൾ എന്നും അതിൽ ചാരിയിരുന്നും മടിയന്മാരായി മാറി. സൗകര്യങ്ങൾ കൂടിയപ്പോൾ പലതിനെയും മറക്കേണ്ടി വന്നു. പിന്നെ ലാസി മൈൻഡ്, ലൂസ് മാനായി അവർ മാറി. അവർ മടിയന്മാരായി മാറി. എന്നും ആ കസാരയിൽ ചാരിയിരുന്നു തുടങ്ങി. മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ കാലഘട്ടത്തോട് ടച്ച് ചെയ്ത് പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു. ആ ഫോൺ കിട്ടിയതോടെ ആ കസാരയിൽ ഇരുന്ന് റീൽസ് മാത്രം കാണാൻ നമ്മുടെ മക്കൾ ഒതുങ്ങിക്കഴിഞ്ഞു. ക്രിയേറ്റീവ് തിങ്കിങ് നമ്മുടെ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇതിലെല്ലാം നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ എന്ന് നാം തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ടാമതായി പറഞ്ഞ അനുഗ്രഹം മറ്റൊന്നുമല്ല, നമ്മുടെ ബന്ധുമിത്രാദികൾ സ്വാലിഹീങ്ങളാവണം. നമ്മൾ കൂട്ടുകൂടുന്നത് അധികവും നമ്മുടെ കുടുംബക്കാരോടായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വിശാലമായ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ കുടുംബത്തിൽ വിവിധ രാഷ്ട്രീയക്കാരുണ്ടാകും, വിവിധ ആശയക്കാരുണ്ടാവും, വിവിധ സംഘടനക്കാരുണ്ടാവും. അവർ തമ്മിൽ അടിയുണ്ടാക്കേണ്ടതല്ല കുടുംബ ബന്ധം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിലെല്ലാം ഇന്ന് അടിയാണ്. എന്താണ് രാഷ്ട്രീയം? ഇസ് എ പ്ലേ ടു അറ്റൈൻ ആൻഡ് മെയിൻറ്റെയിൻ പവർ. അധികാരം നേടിയെടുക്കാനും നിലനിർത്താനുമുള്ള ഒരു കളിയായി ഇന്നത്തെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ആശയങ്ങളുടെ പേരിലോ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വിള്ളലുണ്ടാക്കാൻ വരരുത്. ഐക്യത്തോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് നയിക്കേണ്ടതാണ് നമ്മുടെ കുടുംബം. ഇന്നത്തെ സാഹചര്യം നാം തിരിച്ചറിയണം. സ്വന്തം കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് ലിവിങ് ടുഗദറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനതയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. മൈ ലൈഫ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം അത് എൻ്റെ ചോയ്സാണ്. അതിനെൻ്റെ മാതാപിതാക്കൾ എന്നോട് പറയാൻ വരണ്ട. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വിവാഹം കഴിക്കും, എൻ്റെ ബോഡിയല്ലേ, അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീചമായ സ്വഭാവമുള്ളവർ നമ്മുടെ നാടുകളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ, കടവൻ കുടുംബത്തിലെ മക്കളെ കൊണ്ട് ഒരിക്കലും ഒരു ചീത്തപ്പേരും ആരും ഉണ്ടാക്കരുത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നടവൻ കുടുംബത്തിന്റെ യശസ് ഉയർത്തണം. അതിന് നമ്മൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ യഥാർത്ഥ തർബീയത്തിലൂടെ വളർത്തണം. കാരണം നമ്മുടെ മക്കളെല്ലാം ഇന്ന് ഓരോ അടിമത്തത്തിലാണ്. എല്ലാ കുടുംബത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. പലരും പലതിൻ്റെയും അടിമകളായി മാറിയിരിക്കുന്നു. ചിലർ സ്ത്രീയുടെ അടിമകളാണ്, ചിലർ ലഹരിയുടെ അടിമകളാണ്, ചിലർ സോഷ്യൽ മീഡിയ അടിമകളാണ്. യഥാർത്ഥ അടിമകൾ ആരായിരിക്കണം? അള്ളാഹുവിൻ്റെ അടിമകളുണ്ട്. ഈ കള്ളിനെയും ലഹരിയെയും സ്ത്രീയെയും സോഷ്യൽ മീഡിയയും എല്ലാം സൃഷ്ടിച്ച ആലമുൽ ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ ലാഹൂത്തും ആലമുൽ ബർസഹും ആലമുൽ മിസാലും എല്ലാം അടക്കി ഭരിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട്. അവനെ ആരാധിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സത്യപാതയുണ്ട്. അവനറിയാം ഈ കള്ളിൽ നിന്നും, കഞ്ചാവിൽ നിന്നും, ലഹരി വസ്തുക്കളിൽ നിന്നും, പെണ്ണിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന്. അവന് പറഞ്ഞു തന്ന ഒരു വഴിയുണ്ട്. അതിലൂടെ സഞ്ചരിക്കുന്നതിലാണ് യഥാർത്ഥ യുക്തിയുള്ളത്. ഈ യുക്തി നമ്മളിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, വിവിധ കുടുംബങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ആ യുക്തിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. കടവൻ കുടുംബത്തിന്റെ യശസ് ഉയർത്തണം. മൂന്നാമതായി പറയാനുള്ളത് മറ്റൊന്നുമല്ല, മൂന്നാമത്തെ അനുഗ്രഹം എന്നുള്ളത് അയ്യക്കൂന സൗജതഹു സ്വാലിഹത്തൻ, നല്ല ഭാര്യയെ ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ അവന്റെ ദീനിന്റെ പകുതിയും പൂർത്തിയായി. ഇതിനുദാഹരണം മറ്റാരുമല്ല, മഹദിയായ സ്വർഗത്തിലെ റാണി എന്നറിയപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെയാണ്
അലിയാർ തങ്ങൾ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ അമരക്കാരൻ അലി റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധമാണ് നമുക്ക് മാതൃക. ഈ ബന്ധമാണ് മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും നമ്മൾ കണ്ടുവരേണ്ടത്. കാരണം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അവസാന കാലഘട്ടത്തിൽ, അവസാന സമയത്തിൽ അലിയാർ തങ്ങൾ വന്ന് പറയുന്നുണ്ട്, ഫാത്തിമ, പ്രിയപ്പെട്ട ഫാത്തിമ, നീ ഇല്ലാതെ ഈ ദുനിയാവിൽ കുറെ കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അലിയാർ തങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ഒരു ബന്ധമാണ് നമ്മുടെ കടവൻ കുടുംബത്തിലും കാണേണ്ടത്. ഈ ഒരു സ്നേഹബന്ധം നമ്മൾ കാണണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ എല്ലാം സൂക്ഷ്മതയാണ് ഇന്നത്തെ സ്ത്രീകൾ പിന്തുടരേണ്ടത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കബറടക്കേണ്ടത് രാത്രിയാണ്, എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയൊന്നും മറ്റുള്ള പുരുഷന്മാർ കാണുകയില്ലല്ലോ, മറ്റുള്ള ജനങ്ങൾ കാണുകയില്ലല്ലോ. ഈ സൂക്ഷ്മതയാണ് നമ്മുടെ കുടുംബത്തിൽ വേണ്ടത്. ഈ സൂക്ഷ്മതയാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സൂക്ഷ്മതയോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബം ഐക്യത്തിലും സമാധാനത്തിലും കഴിയണമെങ്കിൽ ചില തീരുമാനങ്ങൾ നമ്മുടെ കുടുംബം എടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, കടവൻ കുടുംബത്തിൽ ഒരു മസ്ലഹത്ത് കമ്മിറ്റി വേണം. ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അത് പരിഹരിക്കാൻ ഈ കമ്മിറ്റി ഉണ്ടാകണം. അതിൽ ഉലമാക്കൾ ഉണ്ടാകണം, ഉമറാക്കൾ ഉണ്ടാവും, രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവണം. ഇത്തരമുള്ള ഒരു കുടുംബത്തിന്റെ ഒരു നേതൃത്വം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ കോടതിയിലെത്തുന്നതിന്റെ മുമ്പേ ഈ കമ്മിറ്റി അത് ശരിയാക്കിയെടുക്കണം. എന്നാൽ തന്നെ നമ്മുടെ കൂടെയുള്ള സകല പ്രശ്നങ്ങളും തീരാവുന്നതേയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എഡ്യൂക്കേഷണലി പവറുള്ള കുട്ടികൾ വേണം. വിദ്യാഭ്യാസത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം. നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് ഇതുപോലെയുള്ള വേദികളിൽ വെച്ച് അവാർഡുകൾ നൽകണം. മറ്റുള്ള കുട്ടികൾ ഇതെല്ലാം കണ്ട് പ്രോത്സാഹിതരാവണം. അതുപോലെ അവരും പിന്നീട് ഇവിടെ വന്ന് അവാർഡുകൾ വാങ്ങുന്ന നിലയിൽ നമ്മുടെ മക്കളെ ഉയർത്തണം. അങ്ങനെ കടവൻ കുടുംബത്തിന്റെ യശസ് നമുക്ക് ഉയർത്തണം. നമ്മുടെ കുടുംബത്തിൽ IAS-ഉം IPS-ഉം ഉലമാക്കളും ഉമറാക്കളും ഡോക്ടറേറ്റ് എടുത്തവരും ഡോക്ടർമാരും എല്ലാം വളരണം. അങ്ങനെയാണ് കടവൻ കുടുംബത്തിന്റെ യശസ് നമ്മൾ ഉയർത്തേണ്ടത്. ഈ എഡ്യൂക്കേഷണലി നമുക്ക് ഉയർത്താൻ കഴിയണം. അവിടെയാണ് നമ്മുടെ പവർ നമ്മൾ തെളിയിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും സിമ്പിൾ വേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ വേ സ്വന്തം മക്കളെ ആലിമാക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമിന്റെ പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. ബുദ്ധിയുള്ളവരാണെങ്കിൽ എല്ലാ മക്കളെയും ആലിമാക്കും. 3 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും ആലിമാക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവണം. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പരാതി പറയുന്നുണ്ട്, ഞങ്ങൾ 2 പേരാണുള്ളത്, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ്, പക്ഷേ ഇവൻ ഇവിടെ നിന്ന് ഇൽമു പഠിക്കുകയാണ്, അറിവ് പഠിക്കുകയാണ്, ഞാൻ ഇവിടെ കഷ്ടപ്പെടുകയാണ് എന്ന് പരാതി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, അവൻ ഇൽമു പഠിക്കുന്നത് കൊണ്ടാവാം നിനക്ക് ഇത്രയും വിശാലമായ റിസ്ക് ലഭിക്കുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിനരികിൽ വന്ന ഒരു ഫാത്തിഹയും യാസീനും ദുആ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും കാലം പോറ്റി വളർത്തിയതിന് എന്ത് അർത്ഥമാണുള്ളത്? ഈ ദുനിയാവിന്റെ ജീവിതം വെറും ഒരു യാത്ര മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. അത് മറന്നു പോകരുത്. ഇനി അവസാനിക്കാത്തൊരു ലോകം അന്ത്യനാളിൽ വരാനുണ്ട്. അന്നാണ് യഥാർത്ഥത്തിൽ ഈ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാളെയെങ്കിലും ആലിമാക്കാൻ നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. ചൊരിയുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന്റെ യശസ് ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.